ജോലിഭാരം മൂലം ദുരിതത്തിലായി എക്സൈസ് ഉദ്യോഗസ്ഥർ. ആവശ്യത്തിന് ജീവനക്കാരില്ലാതിരിക്കെ തിരഞ്ഞെടുപ്പ്, ശബരിമല ഡ്യൂട്ടികളും സ്പെഷ്യൽ ഡ്രൈവും ജോലിഭാരം കൂട്ടുന്നുണ്ടെന്നാണ് പരാതി. ഇതര ജില്ലകളിൽ ജോലിക്ക് പോകുമ്പോൾ കടുത്ത സാമ്പത്തിക ബാധ്യതയും നേരിടുന്നുണ്ട്. എന്നാൽ പരാതിയുമായി എത്തിയ ഇടത് സംഘടനാ നേതാക്കളോട് പ്രശ്നത്തിൽ ഇടപെടേണ്ട എന്നാണ് മന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചതെന്നാണ് അറിയുന്നത്. ഗോപാൽ ശിലാസനലുണ്ട്. ഗോപാൽ, എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് മതിയായ ജീവനക്കാരില്ലാത്തതുകൊണ്ട് വല്ലാത്തൊരു ജോലി സമ്മർദ്ദമാണെന്ന് അറിയുന്നു. പ്രത്യേകിച്ച് ഉത്സവ സീസൺ കൂടിയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ചുകൂടി അവരുടെ ജോലി കൂടും. മാത്രമല്ല, നഗരങ്ങളിലടക്കം വലിയ രീതിയിൽ മയക്കുമരുന്നിൻ്റെ റെയ്ഡ് അടക്കം നടക്കേണ്ടതുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുമ്പോഴും വലിയ ബുദ്ധിമുട്ടിലാണെന്നാണ് പറയുന്നത്. ബുദ്ധിമുട്ടിലാണോ നമ്മുടെ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ അവസ്ഥ? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, വലിയ സമ്മർദ്ദത്തിലാണ് ഇവർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ഈ ദിവസങ്ങളിലായി നടന്ന ചില സംഭവങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാട് അതിർത്തി വഴി കേരളത്തിലേക്ക് സ്പിരിറ്റും കള്ളും ഒഴുകുന്നു എന്നും അതുകൊണ്ട് തന്നെ അതിൽ ഒരു മാസം നീണ്ട പ്രത്യേക സ്പെഷ്യൽ ഡ്രൈവ് നടത്തണമെന്നും നിർദ്ദേശിച്ചുകൊണ്ട് സംസ്ഥാനത്ത് വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് എക്സൈസ് ഉദ്യോഗസ്ഥരെ പാലക്കാട്ടേക്ക് ഡെപ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് ഇതേ സമയത്ത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയും സ്പെഷ്യൽ ഡ്രൈവും ശബരിമല ഡ്യൂട്ടിയും എല്ലാം തന്നെ വരുന്നത്. ഇത്തരത്തിൽ പല നാടുകളിലായി, പല ജില്ലകളിലായി അലഞ്ഞു നടക്കുമ്പോൾ ജോലി സമ്മർദ്ദം മൂലം ഇവർ പൊറുതിമുട്ടുകയാണ് എന്നതാണ് മുന്നോട്ട് വയ്ക്കുന്ന പരാതി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വേണ്ടത്ര ആൾബലം എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ഇല്ല. നിരവധി പോലീസ് സ്റ്റേഷനുകൾ വരുന്നത് ഒരു എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ ജുറിസ്ട്രിക്ഷനിലാണ്. ആ എക്സൈസ് റേഞ്ച് ഓഫീസിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ട ആൾബലം അവിടെ ഇല്ല. കൂടാതെ തന്നെ ഒരു എക്സൈസ് ഓഫീസിന് ഒരു പോലീസ് ജീപ്പ് എന്ന തരത്തിലാണ് നിയന്ത്രിച്ചിരിക്കുന്നത്. ഇത് പ്രകാരം ഈ സ്റ്റേഷനിൽ നിന്ന് ജീപ്പുമായി മറ്റ് ജില്ലകളിലേക്ക് ഡെപ്യൂട്ടേഷന് പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ നാട്ടിലുള്ള സ്റ്റേഷനിൽ ജീപ്പ് പോലും ഇല്ലാത്തൊരു സ്ഥിതിയുണ്ട്. ഇങ്ങനെ പോകുന്ന ഉദ്യോഗസ്ഥർ ആ നാട്ടിൽ പോയി താമസിക്കുന്നതിന് സ്വന്തം ചിലവിൽ താമസ സൗകര്യം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇന്ധനം അടിക്കണമെങ്കിൽ ഈ വാഹനങ്ങൾക്ക് ഇന്ധനം അടിക്കേണ്ടത് എക്സൈസ് ഉദ്യോഗസ്ഥർ മുതിർന്ന ഉദ്യോഗസ്ഥന് കയ്യിൽ നിന്നെടുത്ത പണം വെച്ചാണ് ഈ ഇന്ധനം അടിച്ച് മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ടിഎയോ ഡിഎയോ എന്തെങ്കിലും അലവൻസോ ഒന്നും തന്നെ ഇവർക്ക് ലഭിക്കുന്നില്ല. അപേക്ഷകൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കും ടിഎക്ക് വേണ്ടിയിട്ട്, പക്ഷേ അത് ലഭിക്കുന്നതേയില്ല. അതിനോടൊപ്പം തന്നെ ഭീഷണി ഉത്തരവുകൾ നിരവധിയായി ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പാലക്കാട് ചിറ്റൂരിലെ കള്ളുചെത്തുമൊക്കെയായി ബന്ധപ്പെട്ട ആ കള്ള് ചെത്തുന്നതിൽ കള്ളിൽ സ്പിരിറ്റിന്റെ അംശം കണ്ടെത്തിയാൽ അതിൽ കുറ്റക്കാരനായി കണ്ടെത്തുക, അല്ലെങ്കിൽ ക്രിമിനൽ നടപടിയെടുക്കുക, ആ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥനെ ആയിരിക്കും, മുതിർന്ന എക്സൈസ് ഉദ്യോഗസ്ഥനെ ആയിരിക്കും എന്നതായിരുന്നു ഉത്തരവ് പ്രകാരം ADGP നൽകിയിരുന്ന നിർദ്ദേശം. അവർ ചോദിക്കുന്നത്, ഞങ്ങൾ വിരൽ ഇട്ടുകൊണ്ട് ഇത് പരിശോധിക്കാൻ കഴിയുകയില്ലല്ലോ, എങ്ങനെയാണ് വേണ്ടത്ര അടിസ്ഥാന സൗകര്യമില്ലാതെ ഈ ജോലികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നവർ ചോദിക്കുന്നു. ജോലി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പരാതികളൊക്കെ ആയിട്ട് ഇടത് സംഘടനാ നേതാക്കൾ, കേരള സ്റ്റേറ്റ് എക്സൈസ് ഓഫീസേഴ്സ് അസോസിയേഷനും കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷനും മന്ത്രിയുടെ ഓഫീസിൽ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ മന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശമാണ് കർശന നടപടി ഉണ്ടാകും, അതുകൊണ്ട് സംഘടന ഇതിൽ ഇടപെടരുത്, വിട്ടേക്കൂ എന്ന മറുപടിയാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡോക്ടർ അരുൺ. ഓക്കെ, താങ്ക് യു. ഗോപാൽ ശിലാസനിലാണ് വിവരങ്ങൾ നൽകിയത്.